സോഹോ FSMൽ ന്യൂ കമ്പനി ആൻഡ് കോൺടാക്റ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി സോഹോ FSM ഓപ്പൺ ചെയ്യുക. അതിൽ കസ്റ്റമേഴ്സ് ടാബിൽ കമ്പനീസ് ക്ലിക്ക് ചെയ്യുക. കമ്പനി മൊഡ്യൂൾ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ ഫസ്റ്റ് റോയിൽ കാണുന്നത് കമ്പനി റിലേറ്റഡ് ഫീൽഡ്സ് ആണ്. ഒരു ന്യൂ കമ്പനി ക്രിയേറ്റ് ചെയ്യാനായി റൈറ്റ് സൈഡിൽ കാണുന്ന ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കമ്പനി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ക്രിയേറ്റ് കമ്പനി ഫോം ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ കമ്പനി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഇവിടെ റെഡ് ലൈനിൽ കാണുന്നത് മാൻഡേറ്ററി ഫീൽഡ്സ് ആണ്. കമ്പനി നെയിം എൻ്റർ ചെയ്തതിനു ശേഷം കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള അതർ ഇൻഫർമേഷൻ ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. കറൻസി സെലക്ട് ചെയ്യുക. അഡ്രസ് ഫീൽഡിൽ അഡ്രസ് എൻ്റർ ചെയ്തതിനു ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി ഇവിടെ കമ്പനി മൊഡ്യൂളിൽ ആഡ് ആയി വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ഒരു ന്യൂ കോൺടാക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി കസ്റ്റമേഴ്സ് ടാബിൽ കോൺടാക്ട്സ് ക്ലിക്ക് ചെയ്യുക. കോൺടാക്റ്റ് മൊഡ്യൂൾ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോൺടാക്ട്സ് ആണ് ഇവിടെ കാണുന്നത്. ഇതിൽ ഫസ്റ്റ് റോയിൽ വരുന്നത് കോൺടാക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സ് ആണ്. ഒരു ന്യൂ കോൺടാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായി റൈറ്റ് സൈഡിൽ കാണുന്ന ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ക്രിയേറ്റ് കോൺടാക്റ്റ് ഫോം ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. കമ്പനി ഫീൽഡിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഇവിടെ കാണാവുന്നതാണ്. അതിൽ നിന്നും ഈ കോൺടാക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്ത് ന്യൂ കമ്പനി സെലക്ട് ചെയ്യാവുന്നതാണ്. അഡ്രസ് ഫീൽഡിൽ കോൺടാക്റ്റ് അഡ്രസ് എൻ്റർ ചെയ്തതിനു ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോൺടാക്റ്റ് ഇവിടെ കോൺടാക്ട്സ് മൊഡ്യൂളിൽ ആഡ് ആയി വന്നിട്ടുണ്ട്.